ഇ കൊമേഴ്സ് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം അനുഭവങ്ങളായിരിക്കും ഒരാളെ ഇതിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നതും അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പീരിയൻസ്, അതിന് താങ്കൾ കൊടുത്തൊരു സൊല്യൂഷൻ, അതൊക്കെ എങ്ങനെയായിരുന്നു? ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് രസകരമായിട്ടുള്ളൊരു ആൻസറും ഉണ്ട്. ഞങ്ങൾ കൺസൾട്ട് ചെയ്തിരുന്ന ഒരു ഫേം, അവർ ആമസോൺ, ഫ്ലിപ്കാർട്ടിൻ്റെ തരംഗം ഒരു ഓൾറെഡി കേരളത്തിലൊരു പ്രാവശ്യം വന്നു പോയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഫേമിന്റെ പേര് പറയാൻ പറ്റും? പ്രോബ്ലി അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. കാറ്റഗറി അവർ കോസ്മെറ്റിക്സ് കാറ്റഗറിയിലാണ്. സോപ്പുകളായിരുന്നു, ഹാൻഡ് മെയ്ഡ് സോപ്പുകളായിരുന്നു. നല്ല ബ്രാൻഡ്, 126ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അവർ ഫസ്റ്റ് റേഞ്ചിൽ അവർ സെയിൽസ് ചെയ്തു തുടങ്ങി, 2 ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. ആഫ്റ്റർ ഒരു 4 months കഴിഞ്ഞപ്പം ആണ് അവർ ശരിക്കും ഇതിൻ്റെ ഓഡിറ്റിംഗ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് സെയിൽസിൽ മുഴുവൻ നഷ്ടമാണ് വരുന്നത്. പലപ്പോഴും വിറ്റ സാധനം അവരുദ്ദേശിച്ച പ്രൈസ് അല്ല കിട്ടിയിരിക്കുന്നത്, റിട്ടേൺസ് വരുന്നു, ഡാമേജസ് വരുന്നു, റിട്ടേൺസ് വരുന്ന വേറെ പ്രൊഡക്റ്റുകൾ വരുന്നു. അങ്ങനെ 6 മാസത്തോളം കഴിഞ്ഞപ്പം അവരിത് കയ്യിൽ നിന്ന് കാശ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തി. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്, ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഞങ്ങൾക്ക് ഓൾറെഡി നഷ്ടം പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഇത് ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ അവർക്ക് അന്നത്തെ ഇത് വെച്ചിട്ട് ഫ്ലിപ്കാർട്ടിന് അങ്ങോട്ടാണ് കാശ് കൊടുക്കാനുള്ളത്. 27,000 സംതിങ് അങ്ങോട്ട് കൊടുക്കാനുണ്ട് 3 മാസം കച്ചവടം ചെയ്ത് കഴിഞ്ഞ്. ഇവരാദ്യം വിചാരിച്ച് ബാങ്കിൻ്റെ പ്രശ്നമാണ്, ബാങ്കിൽ കാശ് വരാത്തതാണെന്നാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ടാണ് കാശ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവരാകെ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു സംശയമായി. അപ്പോൾ നോക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യണോടുത്ത് ഒരു പോയിന്റ് ഇടാൻ മറന്നുപോയി. 180 ഗ്രാം എന്നുള്ളതിന് പകരം 1.80 1.80 kg എന്ന് പറഞ്ഞിട്ടാണ് അത് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടി. 150 രൂപയുടെ സാധനം വിൽക്കുമ്പോൾ 125 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി അത് 60 രൂപയ്ക്ക് താഴെ വരേണ്ടതായിരുന്നു. ഇനി ഈ 135-60 രൂപയ്ക്കായാലും അവർക്ക് നഷ്ടം വരും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി കോമ്പോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കത് അന്ന് തന്നെ കറക്റ്റായിട്ട് പോകുമായിരുന്നു. ഇതേ പ്രശ്നം ആമസോണിൽ അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വേറൊരു കമ്പനി ട്രേഡ് മാർക്കിംഗ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. അവർ കേസ് കൊടുത്തിട്ട്, ആമസോണിന് കേസ് റേസ് ചെയ്തിട്ട് അത് ബ്ലോക്കായി കിടക്കുകയായിരുന്നു. റിട്ടേൺസ് വന്ന് പലതും മാറിപ്പോയത് അവർ സമയത്തിന് കേസ് റേസിന്. ഇപ്പോൾ ആമസോണിൽ പ്രത്യേകിച്ച് റിട്ടേൺസ് വന്നു കഴിഞ്ഞാൽ അതിൽ സെലർ ഫുൾഫിൽമെൻറ്റ് ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ കേസ് റേസ് ചെയ്യണം. വിത്ത് ഫോട്ടോസ് കേസ് റേസ് ചെയ്താൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 99% നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതായത് നിങ്ങൾ വിൽക്കുന്ന കാശല്ല, പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൈസ് അവരുടെ കാൽക്കുലേഷൻ, അതായത് ആമസോണിൻ്റെ കമ്മീഷൻ കഴിഞ്ഞിട്ട് വരുന്ന കാശ് നിങ്ങളുടെ ഒരു 10% പ്രോഫിറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള കാശ് തിരിച്ചു തരും, അല്ലെങ്കിൽ അവർ അതിൻ്റെ ക്രെഡിറ്റ്സ് നമുക്ക് തരും. ഇവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരിതൊന്നും ചെയ്തിട്ടില്ല. ഈ ഡാമേജ് വന്നത് അതേപോലെ തന്നെ എഴുതി തള്ളുകയാണ് ചെയ്തത്. ആമസോണിൽ അവർക്ക് നഷ്ടം വന്നിട്ടില്ലായിരുന്നെങ്കിലും അവർക്ക് തീരെ ലാഭം ഉണ്ടായിരുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ നഷ്ടം വന്നിരുന്നത് ഈ വെയിറ്റ് കാറ്റഗറിയുടെ പ്രശ്നം കാരണം ഉണ്ടായിരുന്നു. ഇത് രണ്ടും റിസോൾവ് ചെയ്ത് 3 മാസം കൊണ്ട് അവരുടെ മൊത്തം ഇ കൊമേഴ്സ് ബിസിനസ്സിനെ രണ്ടാമത് അവർക്ക് റിവൈവ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടുള്ള വളരെ ലീഡിംഗ് ആയിട്ടുള്ളൊരു ഫേമാണ്. അവരിപ്പോൾ നെക്സ്റ്റ് പെർഫ്യൂമറീസിലേക്ക് കൂടിയും അവർ കിടക്കുകയാണെന്നാണ് അവർ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം കൺസൾട്ടിങ്ങിന് പറഞ്ഞപ്പോൾ വന്ന്